കേരളത്തിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പേരാമ്പ്ര. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ദിവസമായ മെയ് 4-ന് ഏവരും ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പേരാമ്പ്ര. അവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ട്രോങ് റൂം തുറന്നു എന്ന പേരിൽ വിവാദങ്ങൾ വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പേരാമ്പ്രയിൽ നിന്നും വരുന്ന ഏതൊരു വാർത്തയും നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു സംഭവവും വളരെ ആശങ്കയോടും സംശയത്തോടുമാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയുടെ കൺവീനറായ ടി.പി. രാമകൃഷ്ണനും യു.ഡി.എഫിന്റെ ഫാത്തിമ തെഹ്ലിയയും തമ്മിലാണ് പേരാമ്പ്രയിൽ കടുത്ത മത്സരം നടക്കുന്നത്. അതിനിടയിലാണ് ഈ സ്ട്രോങ് റൂം വിവാദം പൊങ്ങി വന്നത്. ഇത്ര തിടുക്കപ്പെട്ട് എന്തിനു തുറന്നു എന്ന് ഏവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അത്ര അത്യാവശ്യമായി തുറക്കണമെങ്കിൽ അതിന്റെ എല്ലാ നിയമങ്ങളും പ്രോട്ടോകോളുകളും പാലിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇവയൊന്നും പാലിക്കാതെ ഡയറി മറന്നുവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെല്ലുകയാണ്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് റൂമിലെ മെറ്റീരിയൽ റൂം തുറന്ന സംഭവത്തിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കളക്ടർക്കെതിരെ യു.ഡി.എഫ് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. വീഴ്ച വ്യക്തമായിട്ടും ഇതുവരെ റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ കളക്ടർ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നാണ് പ്രധാന ആക്ഷേപം. അനുമതിയില്ലാതെയാണ് പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന കോഴിക്കോട് വെള്ളിമാടിക്കുന്ന് JDT ഇസ്ലാം കൺവെൻഷനിലെ സ്ട്രോങ് റൂം തുറന്നത് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യു.ഡി.എഫ്. ഈ വിഷയത്തിൽ നടപടിയെടുക്കാതെ ഒരടി പിന്നോട്ടില്ലെന്നും ഫാത്തിമ തെഹ്ലിയയുടെ നേതൃത്വത്തിലുള്ള യു.ഡി.എഫ് നേതാക്കൾ പറയുന്നുണ്ട്. അതേസമയം തുറന്നത് റിസർവ് റൂം അല്ലെന്നാണ് റിട്ടേണിംഗ് ഓഫീസറുടെ വാദം. ഈ ഒരു നീക്കത്തിലൂടെ അങ്ങ് ഉത്തരേന്ത്യയിൽ നടന്ന വിട്ടുവീഴ്ച ഇങ്ങ് കേരളത്തിൽ നടക്കില്ല എന്ന് ഉറച്ചു പറയുകയാണ് കേരളത്തിലെ യു.ഡി.എഫ് നേതൃത്വം. ഉത്തരേന്ത്യയിൽ നടക്കുന്ന കള്ളത്തരങ്ങളൊന്നും കേരളത്തിൽ വിലപ്പോവില്ല. കഴിഞ്ഞ ദിവസം മെറ്റീരിയൽ റൂം തുറന്ന സംഭവത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രധാന സ്ഥാനാർത്ഥികളെ എല്ലാം അറിയിച്ചതിനു ശേഷമാണ് മെറ്റീരിയൽ റൂം തുറന്നതെന്നും എന്നാൽ എല്ലാ സ്ഥാനാർത്ഥികളെയും അറിയിക്കാഞ്ഞതാണ് പിഴവായതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സാധാരണയായി മെറ്റീരിയൽ റൂം സ്ട്രോങ് റൂമിന് സമീപം വെക്കാറില്ലെന്നും അതാണ് തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയതെന്നും കളക്ടർ ചൂണ്ടിക്കാട്ടി. മെറ്റീരിയൽ റൂമിനെ സ്ട്രോങ് റൂം എന്ന് പേര് വെച്ചതും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സത്യത്തിൽ സ്ഥാനാർത്ഥികളെല്ലാം ഒന്നു തന്നെയാണ്. അതിന്റെ ഇടയിൽ പ്രധാന സ്ഥാനാർത്ഥികൾ സാധാരണ സ്ഥാനാർത്ഥികൾ എന്നുള്ള വേർതിരിവ് കാണിച്ചത് ഒട്ടും തന്നെ മര്യാദയില്ലാത്ത പ്രവൃത്തിയാണ്. തോന്നും പോലെ തുറക്കാനും അടക്കാനും ഇത് ചായക്കടയൊന്നുമല്ലെന്ന് ഇനിയെങ്കിലും ഓർത്താൽ നന്ന്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ കോടതി കയറി ഇറങ്ങേണ്ടി വരുമെന്ന് ഉറപ്പായി.